നമസ്കാരം. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ മോഹിച്ചതും എന്നാൽ മോഹം കൊണ്ട് മാത്രം ലക്ഷക്കണക്കിന് ജീവനുകൾ പൊലിഞ്ഞതുമായ ഒരു നഗരമുണ്ട്, എൽ ഡൊറാഡോ. കേവലം ഇതൊരു നഗരമല്ല, മണ്ണും വിണ്ടും തൂണും തുരുമ്പും വരെ തങ്കത്തിൽ തീർത്ത ഒരു അത്ഭുത ലോകം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങ് തെക്കേ അമേരിക്കൻ കാടുകളുടെ അഗാധതയിൽ ഒരു സുവർണ സാമ്രാജ്യമുണ്ടെന്ന് വിശ്വസിച്ച് കപ്പൽ കയറിയ ആയിരക്കണക്കിന് യൂറോപ്യൻ പര്യവേഷകരുടെ കഥയാണിത്. എൽ ഡൊറാഡോയുടെ കഥ തുടങ്ങുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. 13-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരി മാർക്കോ പോളോ പാശ്ചാത്യ ലോകത്തിന് മുന്നിൽ വിവരിച്ച കഥകൾ അവരെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇന്ത്യയിലെ ഒരു സാധാരണ നാട്ടുരാജാവ് ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ വിറ്റാൽ അക്കാലത്തെ യൂറോപ്യൻ രാജ്യം മുഴുവൻ വിലയ്ക്ക് വാങ്ങാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. 16-ാം നൂറ്റാണ്ടിലെ ലോക സമ്പദ് വ്യവസ്ഥ സ്വർണത്തിന്മേലാണ് കെട്ടിപ്പടുത്തിരുന്നത്. കയ്യിൽ സ്വർണമുണ്ടെങ്കിൽ വലിയ സൈന്യത്തെ ഉണ്ടാക്കാം, വലിയ സാമ്രാജ്യങ്ങൾ കീഴടക്കാം. ഇന്ത്യയിലെ സ്വർണത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ യൂറോപ്യന്മാർക്ക് മറ്റൊരു ഇന്ത്യ കണ്ടെത്തുക എന്നതായിരുന്നു ലക്ഷ്യം. അങ്ങനെയാണ് അവർ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലേക്ക് കണ്ണുവെക്കുന്നത്. അമേരിക്കൻ വൻകരകളിലെത്തിയ സ്പാനിഷ്, പോർച്ചുഗീസ് കോളനിസ്റ്റുകൾക്ക് തുടക്കത്തിൽ ഇന്ത്യയിലേതുപോലെ കൊട്ടാരങ്ങളോ സമ്പത്തോ കണ്ടെത്താനായില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായ റെഡ് ഇന്ത്യൻ ഗോത്രവർഗ്ഗക്കാരുടെ ഒരു പ്രത്യേക സ്വഭാവം അവരെ അത്ഭുതപ്പെടുത്തി. അവർ സ്വർണത്തെ ഒരു വിലപിടിപ്പുള്ള വസ്തുവായല്ല കണ്ടിരുന്നത്. പുഴയിൽ നിന്നും കാട്ടിൽ നിന്നും കിട്ടുന്ന മഞ്ഞലോഹത്തെ അവർക്ക് വെറും കളിപ്പാട്ടം മാത്രമായിരുന്നു. തദ്ദേശീയരുടെ ഈ നിസ്സംഗത കണ്ടപ്പോൾ യൂറോപ്യന്മാർ ഉറപ്പിച്ചു, ഇവർക്ക് സ്വർണം ഇത്ര നിസ്സാരമാണെങ്കിൽ അതവിടെ കുന്നികൂടി കിടക്കുന്ന ഒരു വലിയ ഉറവിടം എവിടെയോ ഉണ്ട് എന്ന്. ഈ ഉറപ്പിൽ നിന്നാണ് എൽ ഡൊറാഡോ എന്ന സുവർണ നഗരത്തിന്റെ കഥ ജനിക്കുന്നത്. തെക്കേ അമേരിക്കയിലെ ആമസോൺ കാടുകളിൽ സ്വർണം കൊണ്ട് നിർമ്മിച്ച മതിലുകളും വജ്രം പതിപ്പിച്ച തെരുവുകളുമുള്ള ഒരു നഗരമുണ്ടെന്ന് അവർ പരസ്പരം വിശ്വസിച്ചു. എൽ ഡൊറാഡോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്വർണ്ണ നിറമുള്ളവർ എന്നാണ്. കൊളംബിയയിലെ ചിപ്ക ഗോത്രവർഗ്ഗക്കാരുടെ ഒരു ആചാരമുണ്ടായിരുന്നു. അവരുടെ പുതിയ രാജാവ് അധികാരമേൽക്കുമ്പോൾ ദേഹം മുഴുവൻ പശ തേച്ച് അതിനു മുന്നിൽ തങ്കഭസ്മം പൂശി സ്വർണ്ണ മനുഷ്യനായി മാറ്റും. തുടർന്ന് അദ്ദേഹം ഗുട്ടവിറ്റ എന്ന പവിത്രമായ തടാകത്തിന്റെ നടുവിലേക്ക് പോയി തടാക ദേവതയ്ക്ക് സ്വർണ്ണാഭരണങ്ങൾ കാഴ്ചയായി സമർപ്പിക്കും. ഈ ആചാരത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ സ്പാനിഷ് പട്ടാളം കരുതിയത് ആ തടാകത്തിന്റെ അടിത്തട്ടിൽ ടൺ കണക്കിന് സ്വർണ്ണം ഒളിപ്പിച്ചിരിപ്പുണ്ട് എന്നാണ്. 1545 അവർ ഈ തടാകം വറ്റിക്കാൻ പോലും ശ്രമം നടത്തി. പക്ഷേ മാസങ്ങൾ നീണ്ട അധ്വാനത്തിന് ഒടുവിൽ അവർക്ക് കിട്ടിയത് വെറും ഒരു പിടി ആഭരണങ്ങൾ മാത്രമാണ്. വലിയ നിധികൾ എവിടെയോ പോയി മറഞ്ഞു. ഈ അത്ഭുത നഗരം തേടി പോയവരുടെ ലിസ്റ്റ് എടുത്താൽ അത് അവസാനിക്കില്ല. പ്രശസ്ത പര്യവേഷകനായ വാൾട്ടർ റാലെ പോലും ഈ സ്വപ്നത്തിന് പിന്നാലെ പോയി ജീവിതം ഹോമിച്ചവനാണ്. ഓരോ പര്യവേഷകനും കരുതിയത് താൻ മാത്രമായിരിക്കും ആ സുവർണ നഗരം കണ്ടെത്തുക എന്നതാണ്. എന്നാൽ അവർക്ക് മുന്നിൽ ഉയർന്നു വന്നത് നിഗൂഢമായ വന്യമൃഗങ്ങളും മാരകമായ രോഗങ്ങളും കൊടും കാടുകളുമായിരുന്നു. ഈ തിരച്ചിലിനൊടുവിൽ ആയിരക്കണക്കിന് തദ്ദേശീയരായ മനുഷ്യരാണ് കൊല ചെയ്യപ്പെട്ടത്. സ്വർണം എവിടെയാണെന്ന് പറഞ്ഞ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഗ്രാമങ്ങൾ മുഴുവൻ ചാരമായി. എന്നിട്ടും എൽ ഡൊറാഡോ മാത്രം ആർക്കും കണ്ടെത്താനായില്ല. ഇന്ന് നമ്മൾക്കറിയാം, എൽ ഡൊറാഡോ എന്നത് ഒരു ഭൗതികമായ നഗരമായിരുന്നില്ല, അത് സ്വർണത്തോടുള്ള മനുഷ്യൻ്റെ ഭ്രാന്തമായ ആർത്തിയിൽ നിന്ന് ജനിച്ച ഒന്നായിരുന്നു എന്ന്. പക്ഷേ ഇന്നും ആമസോൺ കാടുകളിൽ എവിടെയോ ഒരു നിധി ഒളിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിച്ച് ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യുന്ന പര്യവേഷകർ കുറവല്ല. മനുഷ്യൻ്റെ മനസ്സിലെ ആർത്തി അവസാനിക്കാത്ത കാലത്തോളം എൽ ഡൊറാഡോ എന്ന ഈ സുവർണ നുണയും നിലനിൽക്കും. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുമെങ്കിലും ഒരു നുണയ്ക്ക് പിന്നാലെ ലോകം മുഴുവൻ പാഞ്ഞ ഒരു വലിയ ചരിത്ര ദുരന്തത്തിന്റെ അടയാളമാണ് എൽ ഡൊറാഡോ. വെബ് ഡെസ്ക് തത്വമൈ TV.